ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. ഇത് തൊടുപുഴയിൽ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ 200 മീറ്റർ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു അമ്പലമാണ്. പേര് പോലെ തന്നെ നാഗരാജാവിനെയും നാഗങ്ങളെയും ആരാധിച്ചു വരുന്ന മധ്യകേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പുതുക്കുളം നാഗരാജ ക്ഷേത്രം. കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. നാഗരാജാവ് ഉൾപ്പെടെ 10 മൂർത്തികൾ കുടികൊള്ളുന്ന അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഇവിടെ 27.5 അടി ഉയരമുള്ള ചതുർബാഹുവായ കേരളത്തിലെ ഏറ്റവും വലിയ നിൽക്കുന്ന ഗണപതിയുടെ ശില്പമുള്ള അമ്പലം കൂടിയാണിത്. പിന്നെ ഇവിടെ വാസുകിയുടെ ഒരു വലിയ രൂപമുണ്ട്, അതും 25 അടി വലിപ്പമുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കും സർപ്പദോഷങ്ങൾക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയ പ്രശ്നങ്ങൾക്കും സന്താന ലബ്ധിക്കും ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊക്കെ ബലവും ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. പണ്ട് പാമ്പുമേക്കാട് മനയിൽ നിന്നും ഒരു ബ്രാഹ്മണൻ സർപ്പപൂജയ്ക്ക് ഈ നാട്ടിലെത്തുക പതിവായിരുന്നു. ഒരു നാൾ അയാൾക്ക് വസൂരി എന്ന മഹാരോഗം ബാധിച്ചു. ആരും തന്നെ അയാളെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ ഇല്ലായിരുന്ന സമയത്ത് പുതുക്കുളത്തെ ബ്രാഹ്മണർ ആ തിരുമേനിയെ പരിചരിച്ചു. അസുഖം ഭേദമായി. അതിന് നന്ദി സൂചകമായി പുതുക്കുളത്തുകാർക്ക് എക്കാലത്തും തുണയേകുവാൻ 5 സർപ്പ ചൈതന്യം ദാനമായി നൽകിയാണ് പാമ്പുമ്മേക്കാട് മനയിലെ തിരുമേനി മടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ സർപ്പ ചൈതന്യം വന്നതെന്നാണ് ഐതിഹ്യമുള്ളത്. എന്താണേലും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ. ഇനിയും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ശരി, ബായ്.